എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ വർക്കല ശിവഗിരി മഠത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലമാണ്. ഈ മഠം ശാന്തതയുടെയും ആത്മീയതയുടെയും ഒരിടമാണ്. ശിവഗിരിയിലെ ഓരോ കാഴ്ചകളും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നൽകുന്നത്. ഗുരുവിന്റെ ജീവിതം, ദർശനങ്ങൾ, അദ്ദേഹം നൽകിയ സന്ദേശങ്ങളെല്ലാം ഇന്നും നമുക്ക് പ്രചോദനം നൽകുന്നവയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാക്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഗുരുവിന്റെ ജീവിതത്തെക്കുറിച്ചും ശിവഗിരിയെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും. തത്വചിന്തകനും കവിയുമായിരുന്നു. കേരളത്തിലെ ജാതി വ്യവസ്ഥിതികൾക്കെതിരെ പോരാടിയ അദ്ദേഹം എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിന്റെ വാക്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഗുരുവിന്റെ ജീവിതത്തെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും. ിൽ സ്ഥിതി ചെയ്യുന്ന ശിവഗിരി മഠം ശാന്തതയുടെയും പ്രകൃതി ഭംഗിയുടെയും ഒരിടമാണ്. ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കാറ്റിലിളകുന്ന മരങ്ങളും ശാന്തമായ അന്തരീക്ഷവും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. മഠത്തിലെത്തിയാൽ കടലിന്റെയും കായലിന്റെയും മനോഹരമായ കാഴ്ചകളും കാണാം. ശിവഗിരി മഠത്തിന്റെ പ്രാധാന്യവും വിശദീകരിക്കാം. ശ്രീനാരായണ ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവും തത്വചിന്തകനുമായിരുന്നു. കേരളത്തിലെ ജാതി വ്യവസ്ഥിതികൾക്കെതിരെ പോരാടിയ അദ്ദേഹം എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിന്റെ വാക്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഗുരുവിന്റെ ജീവിതത്തെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും. ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലമാണ്. ഈ മഠം ശാന്തതയുടെയും ആത്മീയതയുടെയും ഒരിടമാണ്. ശിവഗിരിയിലെ ഓരോ കാഴ്ചകളും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നൽകുന്നത്. ഗുരുവിന്റെ ജീവിതം, ദർശനങ്ങൾ, അദ്ദേഹം നൽകിയ സന്ദേശങ്ങളെല്ലാം ഇന്നും നമുക്ക് പ്രചോദനം നൽകുന്നവയാണ്. ശിവഗിരി മഠത്തിലെത്തിയാൽ കടലിന്റെയും കായലിന്റെയും മനോഹരമായ കാഴ്ചകളും കാണാം. ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കാറ്റിൽ ഇളകുന്ന മരങ്ങളും ശാന്തമായ അന്തരീക്ഷവും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. അദ്ദേഹത്തിന്റെ വാക്യം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഗുരുവിന്റെ ജീവിതത്തെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാനായി ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമാകും. ശിവഗിരി മഠം ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലമാണ്. ഈ മഠം ശാന്തതയുടെയും ആത്മീയതയുടെയും ഒരിടമാണ്. ശിവഗിരിയിലെ ഓരോ കാഴ്ചകളും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നൽകുന്നത്. ഗുരുവിന്റെ ജീവിതം, ദർശനങ്ങൾ, അദ്ദേഹം നൽകിയ സന്ദേശങ്ങളെല്ലാം ഇന്നും നമുക്ക് പ്രചോദനം നൽകുന്നവയാണ്. ശിവഗിരി മഠത്തിലെത്തിയാൽ കടലിന്റെയും കായലിന്റെയും മനോഹരമായ കാഴ്ചകളും കാണാം. ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും കാറ്റിൽ ഇളകുന്ന മരങ്ങളും ശാന്തമായ അന്തരീക്ഷവും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലമായ ശിവഗിരി മഠം കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എല്ലാ വർഷവും ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ ശിവഗിരി തീർത്ഥാടനം നടക്കുന്നു. ഗുരുവിന്റെ തത്വചിന്തകളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ ശിവഗിരി മഠം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മഠം കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എല്ലാ വർഷവും ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ ശിവഗിരി തീർത്ഥാടനം നടക്കുന്നു. ഗുരുവിന്റെ തത്വചിന്തകളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ